ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി സ്വീറ്റ് റെസിപ്പി ആയിട്ടാണ്. വളരെ വെറൈറ്റിയും ടേസ്റ്റും ആയിട്ടുള്ള ആവിയിൽ വേവിച്ച ലഡു ആണ് കേട്ടോ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ ഫേസ്ബുക്കിലൂടെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ കൂടി ചെയ്യണേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് 10 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഒരു കളറിന് വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഇപ്പോൾ ഇതാ പഞ്ചസാര പാനി വെട്ടി തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു ഗ്ലാസ് കടലപ്പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഇത് പാകമായിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ആക്കാം. ഇനി നമുക്കിത് സ്റ്റീം ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം ഒഴിച്ച് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇതിലോട്ടൊരു തട്ട് വെച്ച് കൊടുക്കാം. ഇനി തട്ടിലേക്ക് ഒരു പ്ലേറ്റ് കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന കടലപ്പൊടിയുടെ കൂട്ടുണ്ടല്ലോ, അത് മുഴുവനായിട്ട് ഈ ഒരു പ്ലേറ്റിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊരു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് 10 മിനിറ്റാണ് സ്റ്റീം ചെയ്തെടുക്കേണ്ടത്. ഇപ്പോഴത്തെ 10 മിനിറ്റ് ആയിട്ടുണ്ട്. അടിപൊളിയായി തന്നെ സ്റ്റീംഡായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാറ്റി വയ്ക്കുകയാണ്. ഇതിൻ്റെ ചൂടൊക്കെ നന്നായിട്ടൊന്ന് പോകട്ടെ. ഞാനിവിടെ ഒരു പാൻ നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ചൂടാറാൻ വേണ്ടി മാറ്റി വെച്ചിരിക്കുന്ന കടലപ്പൊടിയുടെ കൂട്ടുണ്ടല്ലോ, അത് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ടൊരു 4 ടേബിൾ സ്പൂൺ റവ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ വറുക്കാത്ത റവയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ റോസ്റ്റഡ് റവയാണുള്ളതെങ്കിൽ അതും എടുക്കാവുന്നതാണ്. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഇതാ നമ്മുടെ കടലമാവിൻ്റെ കൂട്ടിൽ റവയൊക്കെ നന്നായിട്ട് തന്നെ മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ആക്കാം. എന്നിട്ട് ഇതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഇതാ നമ്മുടെ ലഡു മിക്സിൻ്റെ ചൂടൊക്കെ അത്യാവശ്യം നന്നായി പോയിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ ഏലക്കപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് കുറച്ച് കിസ്മിസും കുറച്ച് ബദാം മുറിച്ചത് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഈ ബദാമിന് പകരം നിങ്ങൾക്ക് അണ്ടിപ്പരിപ്പ്, പിസ്തയൊക്കെ ചേർക്കാവുന്നതാണ്. ഈ ഒരു ലഡു മിക്സ് നമുക്ക് ഇതുപോലെ ചെറിയ ചെറിയ തരികളോടെയാണ് കിട്ടേണ്ടത്. അതുകൊണ്ട് മിക്സിയിലൊന്നും പൊടിച്ചെടുക്കാൻ നിൽക്കരുത്. കുഴച്ചെടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള വലുപ്പത്തിൽ ഇത് ഉരുട്ടിയെടുക്കാവുന്നതാണ്. ഞാനിവിടെ ഒരു മീഡിയം സൈസ് വലുപ്പത്തിലാണ് ലഡു ഉണ്ടാക്കിയെടുക്കുന്നത്. ഇത് നമ്മുടെ രുചികരമായിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള സ്റ്റീംഡ് ബേസൻ ലഡു റെഡി. നോക്കി കാണുമ്പോൾ തന്നെ കൊതി വരുന്നില്ലേ? അപ്പോൾ ഇനി ലഡു ഒക്കെ കഴിക്കണം എന്ന് തോന്നുവാണെങ്കിൽ വീട്ടിലുള്ള വളരെ കുറഞ്ഞ ചേരുവകൾ ഉപയോഗിച്ചിട്ട് ഇതുപോലെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നേ ഉള്ളൂ. എല്ലാവർക്കും എൻ്റെ വെറൈറ്റി ആൻഡ് ടേസ്റ്റി സ്റ്റീംഡ് ബേസൻ ലഡു റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ ബൈ.